കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നീ ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുക. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വൺ. ഇഫ് എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അഡിയാബാറ്റിക്കലി to 1/27th of its initial volume, then its pressure becomes. ഇവിടുത്തെ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. നമുക്കറിയാം അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ നോർമൽ റിലേഷൻ എന്ന് പറയുന്നത് PV റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷനിൽ വി ക്യാൻ റൈറ്റ് ആസ് P2 V2 റൈസ് ടു ഗാമ ഈക്വൽ ടു P1 V1 റൈസ് ടു ഗാമ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ഫൈനൽ പ്രഷറാണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി P1 ഇൻറ്റു ദാറ്റ് ഈസ് V1 ബൈ V2 റൈസ് ടു ഗാമ. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ സെക്കൻഡ് വോളിയം V2 എന്ന് പറയുന്നത് V1 ബൈ 27 ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എ മോണോ അറ്റമിക് എന്നാണ് പറയുക. അപ്പോൾ മോണോ അറ്റമിക് ആണെങ്കിൽ ഡിക്രീസ് ഓഫ് ഫ്രീഡം 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ ഫൈൻഡ് ടു ബി 1+2/F. സോ ഇവിടെ ഡിക്രീസ് ഓഫ് ഫ്രീഡം 3 ആയതുകൊണ്ട് വി ഗെറ്റ് ദ റിലേഷൻ ഫോർ ഗാമ ഈസ് ഈക്വൽ ടു 5/3. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇനിഷ്യൽ പ്രഷർ ഇൻറ്റു V1 by V2 നമുക്കറിയാം ഇറ്റ് ഈസ് V1 by 27 that much raised to gamma that is 5/3. So that is equal to P into നമുക്ക് 27 എന്ന് പറയുന്നത് 3 ക്യൂബിലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ the whole raised to 5/3. So 3 ക്യാൻസൽ ആയിട്ട് മാറുകയാണ്. So that is equal to P into that 3 raised to 5. So we get the answer as 243. That means the pressure becomes 243. Look the question number 2 again from 2020. The value of Cp and Cv for a diatomic gas are respectively. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം നമുക്ക് ഡയറ്റോമിക് ഗ്യാസ് വരുമ്പോൾ അവയുടെ ഡിക്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആയിട്ട് നമുക്കറിയാം. സോ അത് പുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 7/5. അപ്പോൾ 7/5 നമുക്കറിയാമെങ്കിൽ അറ്റ് ഫസ്റ്റ് നമുക്ക് Cp കണ്ടുപിടിക്കാം. Cpയുടെ റിലേഷൻ ഇൻ ടേംസ് ഓഫ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആസ് ഗാമ ആർ ഡിവിഷൻ ബൈ ഗാമ -1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/5 ഇൻറ്റു R division by 7/5 minus 1. That is equal to 7/5 into R division by, so 7 minus 5, that is 2/5. So that is equal to 7/2R. So നമുക്ക് specific heat capacity at constant pressure നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ CV നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? That CV is nothing but equal to R division by gamma -1. That is equal to R by that gamma. That is gamma is nothing but equal to, yes, it is 7/5 minus 1. That is equal to R division by, that is 2/5. So that is equal to 5/2R. So that is the concept there. So here നമുക്ക് E ആണ് ആൻസർ ആയിട്ട് പറയാം. ഈ റെലവൻറ്റ് റിലേഷൻസ് എപ്പോഴും ഓർത്തിരിക്കുക. റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ്, ഹൗ ദാറ്റ് Cp റിലേറ്റഡ് വിത്ത് ഗാമ ആൻഡ് R, അതേപടി CVയും വളരെ പ്രധാനപ്പെട്ട റിലേഷൻസാണ്. ദെൻ ദാറ്റ് തേർഡ് ക്വസ്റ്റ്യൻ അഗെയിൻ 2020 ക്വസ്റ്റ്യൻ ആണ്. 3 moles of an ideal gas are in a rigid cubical bath with the side as a 0.17 meter. The ratio of the forces that the gas exerted on each of the 6 sides of the box when the gas temperature are 27 degrees Celsius എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 300 Kelvin ആണ്. അതോടൊപ്പം 127 that is nothing but equal to 400.
അപ്പോൾ നമുക്കറിയാവുന്നുള്ള നമ്മുടെ ഗ്യാസ് റിലേഷൻ എന്ന് പറയുന്നത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ പ്രഷർ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി എൻ ആർ ടി ഡിവിഷൻ ബൈ വി ആണ്. പ്രഷർ എന്ന് പറയുന്നത് വി നോ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഡിവിഷൻ ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സ്പെസിഫിക് ക്യൂബിക്കൽ ബോക്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഏരിയ ആർ എൻ ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ദറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഫോർ ദ ടു സിറ്റുവേഷൻസ് F1 ബൈ F2 എന്ന് പറയുന്നത് T1 ബൈ T2 ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ T1 ഈസ് വാട്ട്, ദ T1 ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ഇൻ കെൽവിൻ. ഈ ഇക്വേഷൻസ് എല്ലാം കെൽവിൻ സ്കെയിലാണ്, വാലിഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ F1 ബൈ F2 ഈസ് ഈക്വൽ ടു 3 ബൈ 4 ആൻഡ് വി ഗെറ്റ് ദ ആൻസർ ആസ് D ചോയ്സ്. So we can move with the question number 4. The average kinetic energy of a monoatomic gas molecule kept at 27 degree Celsius is. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, that equation is given by the law of equipartition of energy. So we know that is F by 2 into KT. അവിടെ F എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു മോണോ അറ്റോമിക് ആണെങ്കിൽ 3 ആണ് വാല്യൂ. Boltzmann constant is given as 1.3 into 10 to the power of minus 23. That much into that temperature as 300. So that is equal to, solve ചെയ്താൽ we get the answer as 5.85 into 10 to the power of minus 21 joule. So we get A as the answer. So we can move with the next one. 2019 ചോദിച്ച question ആണ്. Some smoke is trapped in a small glass container and is viewed through a microscope. A number of very small smoke particles are in continuous random motion as a result of their bombardment of air molecules. If the mass of the smoke particle is about 10 raised to 12 times higher than an air molecule, then the average speed of a smoke particle, സാധാരണ രൂപത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻⁶ ആണ് ആവറേജ് സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾ പറയുന്നത്. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ. നമ്പർ 6. എ കാർനോട്ട് എഞ്ചിൻ ഈസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ എ ഹോട്ട് ബോഡി ആൻഡ് എ കോൾഡ് ബോഡി മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ T1 and T2 respectively. Consider the following 3 cases. First one, that temperature of the hot body is T1 plus delta T, increase ചെയ്യാണ്. cold body T2 ആയിട്ട് നിലനിർത്തുകയാണ്. Second one, temperature of the hot body is T1 and cold body is increased to T2 plus delta T. Case 3, the temperature of the hot body is T1 and cold body is decreased to. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസിയുടെ നോർമൽ റിലേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസ് 1 നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ഡിവിഷൻ ബൈ T1 പ്ലസ് ഡെൽറ്റ T. അതേപോലെ സെക്കൻഡ് കേസ് നമ്മൾ ഡീൽ ചെയ്താൽ എഫിഷ്യൻസി E2 ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 plus delta T, that division by that T1, and that third case, that is efficiency 3 is equal to 1 minus the lower temperature എന്ന് പറയുന്നത് T2 minus delta T division by that T1. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഓരോ ചോയ്സ് ആയിട്ട് പറയുമ്പോൾ ഹയസ്റ്റ് ഫോർ 1, 2, 3, efficiency of second case is higher than third, എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഈ റിലേഷൻ വരുമ്പോൾ എല്ലാം ഡിഫറൻ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇനി ഏതാണ് ഹയർ എന്നുള്ളതാണ് നമ്മുടെ കാര്യം. 1 മൈനസ് ആണ് വാല്യൂ അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ഇവിടെ ഡെൽറ്റ ടി കൂടിയപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ ഒരു കൂടുതൽ വന്നു അല്ലേ. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യുന്നു, ടോട്ടലായിട്ട് കുറയുന്നു. അപ്പോൾ 1 മൈനസ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദ ഫസ്റ്റ് വൺ കൂടുതലാണ്. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററാണ് കൂടുതൽ വന്നത്. അപ്പോൾ ഈ വാല്യൂ കൂടുമ്പോൾ ടോട്ടൽ വാല്യൂവിന് അവിടെ കുറവ് വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഇവിടെ ഈ വാല്യൂ കുറയുകയാണ്, അപ്പോൾ ടോട്ടൽ വാല്യൂ കുറയുകയാണ്. സോ ഇവിടെ ഈ 3ക്കും കൂടുതലാണ്. അപ്പോൾ ഒന്നുകിൽ കേസ് 1 ആയിരിക്കും അല്ലെങ്കിൽ കേസ് 3 ആയിരിക്കും.
അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി വി ക്യാൻ ഗോ വിത്ത് വൺ കൺസെപ്റ്റ്. ഒരു ചെറിയ ഒരു എക്സാമ്പിൾ നമുക്ക് ഡീൽ ചെയ്താൽ, സേ η1 എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് സേ ഫ്രീസിങ് പോയിന്റിലും എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 273ലും 100 ഡിഗ്രി സ്റ്റീം പോയിന്റിലുമുള്ള ഒരു കേസ് ഡീൽ ചെയ്തു വന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ പറയുകയാണ് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു 10 ഡിഗ്രി ആഡപ്പ് ചെയ്തെന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് 273/373 + 10. അത് E3യിലേക്ക് വരുമ്പോൾ 1 - 273 - 10 ഡിവിഷൻ ബൈ 373. ഈ വാല്യൂ നമ്മൾ കൂട്ടിയാൽ വി ഗെറ്റ് ദിസ് 0.287 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 0.294. സോ ഇൻക്രിമെൻറ്റ് കൂടുതൽ തേർഡ് കേസിലാണെന്ന് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. സോ വി ക്യാൻ സേ C as the answer. So this is the concept for the sixth question. For 7, in a thermodynamic process, Q represents the energy transferred to or from a system by heat, and W represents the energy transferred to or from a system by work. So ഇവിടെ 4 കേസസ് ആണ് തന്നിരിക്കുന്നത്. Which of the above will lead to an increasing internal energy? ഇൻക്രീസിങ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ടെമ്പറേച്ചർ ഇൻക്രിമെൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഇവിടെ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കൂടെ ഓർമ്മ വരണം. ഡെൽറ്റ ക്യൂ = ഡെൽറ്റ യു + ഡെൽറ്റ ഡബ്ല്യു ആണ്. ആദ്യം ക്യൂ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ ഹീറ്റ് എനർജി ഈസ് ഗിവൺ ടു ദ സിസ്റ്റം ആൻഡ് ഡബ്ല്യു ഈസ് 0 എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന എനർജി ഇൻക്രിമെൻ്റ് ഓഫ് ഇൻറ്റേർണൽ എനർജിക്ക് ഉപയോഗിക്കും. അപ്പോൾ ടെമ്പറേച്ചറിന് ഇൻക്രിമെൻ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് ആൻസർ ആണ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് കേസ് നമുക്ക് ഡീൽ ചെയ്യാം. രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് ഇവിടെ പറയുന്നത് Q ഈസ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് മീനിങ്. പക്ഷെ വർക്ക് 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ടെമ്പറേച്ചറിന് ഡിക്രിമെൻ്റ് ആണെന്നാണ് മീനിങ്. സോ നമുക്ക് ആ കേസില്ല. സോ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രിമെൻ്റ് ചെയ്യത്തില്ല. ദെൻ വാട്ട് അബൌട്ട് ദ തേർഡ് കേസ്? തേർഡ് കേസ് വരുമ്പോൾ വർക്ക് ഡൺ ഗ്രേറ്റർ ദാൻ 0, വർക്ക് ഡൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് വർക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് മീനിങ്. പക്ഷേ അവിടത്തേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇൻറ്റേർണൽ എനർജി ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ എക്സ്പാൻഷൻ നടക്കുന്നു, പക്ഷേ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ടെമ്പറേച്ചറിന് ഡിക്രിമെൻ്റ് ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർത്ത് കൺസെപ്റ്റിലേക്ക് വീണ്ടും വരാം. ദാറ്റ് ഫോർത്ത് വൺ പറയുന്നത് W ലെസ് ദാൻ 0 ആണ് എന്ന് പറയുമ്പോൾ വർക്ക് ഈസ് ഡൺ ഓൺ ഇറ്റ്, ബട്ട് Q ഈസ് ഈക്വൽ ടു 0, ദർ ഈസ് നോ ഹീറ്റ് എനർജി ഓൺ ഇറ്റ്. അപ്പം വർക്ക് ഈസ് ഡൺ ഓൺ ഇറ്റ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വോളിയം ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ എന്നാണ്. ആ വർക്ക് ഡൺ അപ്പോൾ Q 0 ആകുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഫോർ ഇൻറ്റേർണൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി ഷുഡ് ഇൻക്രീസ്. സോ 2 കേസസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ഫസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ, ആൻഡ് ഹെൻസ് C is the answer for the problem. So we can move with the next one, 2018-8. A cylinder closed at both ends is separated into 2 equal parts, 45 cm each, by a piston impermeable to heat. ഹീറ്റ് കടത്തി വിടാത്ത തരത്തിലുള്ള ഒരു ഇതാണ് നമ്മളുടെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2. അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 45 cm. അതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം അവൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഫോർ ദ സിലിണ്ടർ എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കാം. Both the parts contain the same masses of gas at a temperature of 300 Kelvin and a pressure of 1 atmosphere. അപ്പോൾ 300 Kelvin ആണ്, 1 atmosphere ആണ്, ഒരേ വോളിയമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഹൗ മച്ച് ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ അല്ല എന്നുള്ള കാര്യം ഓർക്കണേ. ഹൗ മച്ച് ദ ഗ്യാസ് ഷുഡ് ബി ഹീറ്റഡ് ഇൻ 1 part of the cylinder to shift the piston by 5 cm. അപ്പോൾ രണ്ടാമത്തെ കേസ് വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ആ ടെമ്പറേച്ചർ കാരണം ഒന്നാമത്തെ പാർട്ടിനെ
ടെമ്പറേച്ചർ ഇൻക്രിമെൻറ്റ് വരുന്നത് വഴി അവിടെ എക്സ്പാൻഷൻ സംഭവിച്ച് ദർ ഈസ് ആൻ അഡീഷണൽ മോഷൻ ഓഫ് സേ എക്സ് എന്ന് പറയുന്നത് ഉണ്ടാവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ പുറത്തേക്ക് ഇപ്പുറത്തെ സിസ്റ്റത്തിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രഷറിന് അവിടെ വ്യത്യാസം വന്നു, ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നു. വോളിയം എന്ന് പറയുന്നത് വി പ്ലസ് എക്സ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ വോളിയം മനഃപൂർവ്വം വി മൈനസ് എക്സ് ആയിട്ട് മാറി. അപ്പോൾ അവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈസിയോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വി നോ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പി വൺ വി വൺ ബൈ that T1 it should be equal to P2 V2 division by T2 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് എന്താ സംഭവിച്ചേ? അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണിന് സി ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രഷർ പി ആയിരുന്നു, വി ആയിരുന്നു. ദാറ്റ് ഡിവിഷൻ ബൈ അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 ആയിരുന്നു. അത് എന്തിലേക്ക് മാറി? രണ്ടാമത്തെ കേസിലെ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ പ്രഷർ P2 ആയി, അവൻ്റെ വോളിയം എന്ന് പറയുന്നത് വി പ്ലസ് എ ഇൻറ്റു എക്സ് ആയിട്ട് മാറി. ഇവിടെ എക്സ് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വോളിയം പറയുമ്പോൾ വി പ്ലസ് എ എക്സ് എന്നുള്ള കാര്യം ഓർക്കണം, ഏരിയ ഇൻറ്റു എക്സ്. യെസ്, ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ടെമ്പറേച്ചർ T2. അപ്പോൾ അതേപടി നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ വരുമ്പോൾ നമ്മൾ ഓർക്കണം ഈ ദിസ് വൺ അവിടെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ല, ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ് ദെയർ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നൊരു കൺസെപ്റ്റാണ് പറയുന്നതെങ്കിൽ സോ പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു. അപ്പോൾ അവിടുത്തെ വി ടു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് എ ഇൻറ്റു എക്സ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ പി ടു ഈസ് വാട്ട്? പി വി ബൈ വി മൈനസ് എ എക്സ്. സിമ്പിളായ കൺസെപ്റ്റാണ്, പക്ഷേ വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. സോ പി ടു എന്ന് പറയുന്നത് വി ഗെറ്റ് ദ ആൻഡ് ആസ് പി വി ബൈ ദാറ്റ് വി മൈനസ് എ എക്സ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ടു എങ്ങനെ കിട്ടും? അവിടെ പി വിയുടെ റിലേഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സി ഓക്കെ, ഇതിനെ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഇതിനെ ഫസ്റ്റ് വൺ ദിസ് ഈസ് 1 എന്ന് നമുക്ക് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് ഫസ്റ്റ് ഈ റിലേഷനിലേക്ക് പോവാം. അവിടെ എന്താ പറയുന്നത്? പി വി ബൈ 300 എന്ന് പറയുന്നത് ദാറ്റ് പി ടു നമുക്ക് കിട്ടി. എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? പി വി ബൈ v minus ax into what is this one? v plus ax that division by t2. അപ്പോൾ നമുക്ക് പി വി നമുക്ക് ക്യാൻസൽ ആക്കി നമുക്ക് കൊടുക്കാം. അത് ബേസ് ചെയ്ത് നമുക്ക് T2ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ v പ്ലസ് എ എക്സ് ബൈ വി മൈനസ് എ എക്സ് ഇൻറ്റു 300. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വോളിയം? വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ദ ലെങ്ത് ദാറ്റ് ഈസ് 45 പ്ലസ് എ ഇൻറ്റു എക്സ് ബൈ എ ഇൻറ്റു 45 മൈനസ് എ എക്സ് ദാറ്റ് മച്ച് ഇൻറ്റു 300. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എ ക്യാൻസലായിട്ട് മാറുകയാണ്. എക്സ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 45 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 50/40 ഇൻറ്റു 300 ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 375 കെൽവിൻ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് P2 ഇവിടുന്ന് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. P2 ഈസ് ഈക്വൽ ടു പ്രഷർ എന്ന് പറയുന്നത് 1 atmosphere എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഏരിയ ഇൻറ്റു ലെങ്ത് ആസ് 45 ദ ഡിവിഷൻ ബൈ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 45 ഇൻറ്റു എ മൈനസ് എ ഇൻറ്റു എക്സ് എസ് 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ നമുക്ക് ക്യാൻസൽ ആക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ബൈ that 45 minus 5 that is equal to 40 and we get the answer as 1.125 atm. So we get the choice as look the answer 375 plus 1.125 is the answer.
Number 9th question. 5 moles of an ideal monoatomic gas with an initial pressure temperature of 150 degree Celsius expand in the process, absorb 1500 joule of heat and does 2500 joule of work. The final temperature of the gas in degree Celsius is. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 2500 ജൂൾ, 1500 ജൂൾ, ആൻഡ് നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 2500 ജൂൾ എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബേസ്ഡ് ഓൺ ദാറ്റ് വാട്ട് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ. പക്ഷെ നമുക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. Q minus W, that is equal to 1500 minus 2500, that is equal to minus 1000 joule. പക്ഷേ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചതിന് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ യു എന്ന് പറയുന്നത് NCV ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ N ഇൻറ്റു CV. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയുന്നത് നമുക്കറിയാം 1000 ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം CV എന്ന് പറയുന്നത് നമുക്കറിയാം 3/2 R ആണ് ഫോർ എ മോണോഅറ്റോമിക് ഗ്യാസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 times 8.31. That is equal to, we get the value 12.47. So we can put that value. So നമുക്ക് roughly we get the value as 16.04. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ മൈനസ് ആണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഡിക്രിമെൻ്റ് ആണ്. സോ വി ക്യാൻ ഈസിലി റൈറ്റ് ടു ബി 150 മൈനസ് T ഡാഷ് എന്ന് പറയുന്നത് 16 ആയിട്ട് നമുക്ക് പറയാം. സോ T ഡാഷ് ഇസ് ഈക്വൽ ടു 150 മൈനസ് 16. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 134. That is the value. So we get the answer as A. So a good question. We can move with the question number 10. The temperature of an ideal gas is increased from 100K to 400K. The RMS speed of the gas molecule is, നമുക്കറിയാം, is V, and at 100 Kelvin, then at 400 Kelvin it becomes, നമുക്കറിയാം that RMS value is nothing but equal to 3 RT division by M. So V proportional to root T, that is a very important factor. So that is equal to V2 by V1 is equal to root of T2 by T1. അപ്പോൾ രണ്ട് കേസസ് വരുമ്പോൾ ദ സെക്കൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 400 Kelvin ഡിവിഷൻ ബൈ 100 ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √2. സോ ദാറ്റ് ഈസ് V2 എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് V ആയിട്ട് നമുക്ക് പറയാം. സോ വി ഗെറ്റ് ദ ആൻസർ as √4 ആണ്. സോ ഇറ്റ് ബിക്കംസ് 2V ആണ് നമുക്ക് ആൻസർ ആയിട്ട്. സോ A as the answer. So we can move with the question number 11. A Carnot engine whose low temperature reservoir, so that is a T2, is 350 K, has an efficiency of 50%. It is decided to increase this to 60%. So it 2 എന്ന് പറയുന്നത് 60% ആണെങ്കിൽ, if the temperature of the low temperature reservoir remains constant, that is T2 as 350 K itself, then the temperature of the higher temperature must be increased. So what is T1? At first we have to find it. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നേരത്തതുമായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള T1 എന്താണെന്ന് നമുക്ക് എടുക്കാം. എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ, that is given as 0.5 is equal to 1 minus T2 by T1. So that means T2 by T1 equal to 1 minus 0.5. So that is equal to 0.5. So that is the concept there. അങ്ങനെ വരുമ്പോൾ T1 എന്ന് പറയുന്നത് T2 division by 0.5. T2 എന്ന് പറയുന്നത് 350 by 0.5. So we get the answer as 700 that much Kelvin. അപ്പോൾ രണ്ടാമത്തെ കേസിൽ പറയുമ്പോൾ ദാറ്റ് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ലോവർ ടെമ്പറേച്ചർ റിമൈൻസ് അൺചേഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി 60% വരാനുള്ള സോഴ്സ് ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാം.
That is 0.6 efficiency എന്ന് പറയുന്നത് 1 മൈനസ് അവിടുത്തെ T2 ഡിവിഷൻ ബൈ ദാറ്റ് T1 ഡാഷ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ T2 ബൈ T1 ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് 0.6 0.4 ആയിട്ട് മാറുകയും സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ വാല്യൂ ഫോർ T1 ഡാഷ് ഇസ് ഈക്വൽ ടു T2 ഡിവിഷൻ ബൈ 0.4 that is equal to 350 by 0.4 and we get the value is equal to 875 Kelvin. അപ്പോൾ രണ്ടാമത്തെ കേസിലെ സോഴ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുമ്പോൾ that is 875 minus 700, so we get the answer as is equal to 175 Kelvin. That is B as the answer. So we can move with the next one for 2017. Match the following. 2017 ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഫോർത്ത് വരുന്നത് എ ഓപ്ഷൻ ഉണ്ട്, ദെൻ ഡി. അപ്പോൾ ബാക്കിയുള്ള കേസസ് നമുക്ക് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. Pressure is a constant, so third one is so we can take A as the answer for the problem. Look there, isochoric process, volume is a constant, so 2, and adiabatic process, we know there is no heat enter or leave the system, so we can take A as the answer for 12th question. So we can move with that 13. An ideal gas, the specific heat at a constant pressure Cp is greater than at a constant volume. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വരുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ. പക്ഷേ പ്രഷർ കേസിൽ അവിടെ വോളിയം ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കേസിൽ അഡീഷണൽ ആയിട്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് കൂടെ ഉണ്ടാകും. സോ കീപ്പ് ഇൻ മൈൻഡ് ഹിയർ if you go with the choices, 1, there is a finite work done by the gas on the environment when it is temperature is increased while the pressure remains constant. So extra work is done while when pressure remains constant, and hence we can take A as the answer for the concept. So Cp is greater than Cv because an additional work is done there. Number 14. The zeroth law of thermodynamics leads to the concept of that is equilibrium. Equilibrium corresponds to the constant temperature. We can say D as the answer for the 15th. The Carnot cycle of a reversible heat engine consists of. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഫോർ നമ്മളുടെ കാർനോട്ട് സൈക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഓർക്കേണ്ട കൺസെപ്റ്റ് ഈസ് ദിസ് വൺ. These the processes there. The first one, the second one, the third one. So here it is called isothermal expansion. Then there is a isothermal, this is the adiabatic expansion, then isothermal compression, then adiabatic compression. So 2 isothermal and 2 adiabatic processes, so we can say C as the answer. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. Try to do maximum MCQs, then you can score maximum rank. Take care. God bless you.